ബംഗ്ലാവാണോടി ഇത്? ഇത്രയും ആസ്തിയുള്ള നീ എന്തിനാടി ഹോസ്റ്റലിലൊക്കെ പോയി നിന്നത്? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് നീ. ഇതൊന്നും ഇപ്പം എൻ്റെ അല്ല. എല്ലാം ഞാൻ ശ്രീയുടെ പേരിലേക്ക് എഴുതി കൊടുത്തിട്ട് ഇറങ്ങിയതെന്ന് നിനക്കറിയാലോ. അതൊക്കെ അറിയാം. നീ എന്തായാലും അമ്മയെ പോയി കണ്ടിട്ട് വാ, സമയം കളയണ്ട. ചെല്ല്. ഞാൻ പോയി കാണണം. പിന്നെ കാണാനല്ലേ നീ വന്നത്? എനിക്കെന്തോ ഒരു മടി. എന്ത് പറയാനായിരിക്കും എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക? അതിപ്പോൾ കണ്ടാലല്ലേ അറിയൂ. നീ വണ്ടി തിരികെ, നമുക്ക് പോകാം. എന്ത് നന്ദു, നിന്നെ ഞാനുണ്ടല്ലോ. എന്തോ നന്ദു, ലഞ്ച് ബ്രേക്കിന് കാണാം. ഞാൻ പോകുവാണേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അയ്യോ, ഗുഡ് മോർണിംഗ് സാർ. ഇതുവരെ ഗുഡ് മോർണിംഗ്. ചെല്ല്, ക്ലാസ്സിലേക്ക് പോ. ഞങ്ങൾ വന്നേ ഉള്ളൂ. ക്ലാസ്സിലേക്ക് തന്നെ പോണേ. പൊക്കോളാം. താര എൻ്റെ കൂടെ വാ. എന്തിനാ? ഞാൻ കുറച്ച് ബുക്സ് ലൈബ്രറിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ലൈബ്രറിയിൽ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, ഞാൻ വരുന്നുണ്ട്. അതാ എനിക്ക് പേടി. എല്ലാം പറഞ്ഞോ? ഇല്ലല്ലോ. വാ പോകാം. ആ ടേബിളിൽ വെച്ചിരിക്കുന്ന കുറച്ച് ബുക്സ് ഉണ്ട്. അതുകൂടാതെ ഈ ലിസ്റ്റിലുള്ളത് ഈ സെക്ഷനിലുണ്ട്. അതും കൂടെ ഒന്ന് നോക്കിയെടുക്കും. ഇതെല്ലാം എടുത്തോണ്ട് പോവാൻ രണ്ടുപേര് പോരല്ലോ. ഈ ബുക്സ് ഒക്കെ അവിടെ പോയി നോക്കാം. കഴിഞ്ഞോ? ഇല്ല, ഒരു ബുക്കും കൂടെ കിട്ടാനുണ്ട്. ഇത് കിട്ടി. ഇതെടുക്കാമോ? എനിക്ക് എത്തുന്നില്ല. ഇതിൽ കുറച്ച് ബുക്സ് എടുത്തോണ്ട് എൻ്റെ പുറകെ വാ. ഇതേപോലത്തെ പണിയൊക്കെ ചെയ്യാൻ ഇവളെ കൊണ്ട് പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ ഇവളെ കൊണ്ട്. മിസ് പഠിപ്പിക്കുന്ന സബ്ജക്റ്റിന് താരക്കല്ലേ ഹയസ്റ്റ് മാർക്ക്? അതെ. ആർക്കറിയാം എൻ്റെ കിഷോർ സാറേ ഇവളൊക്കെ എങ്ങനെയാ മാർക്ക് മേടിച്ചതെന്ന്. ക്ലാസ്സിൽ പോലും കയറാറില്ല. അപ്പോൾ എന്തായാലും പഠിച്ച് മേടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ക്ലാസ്സിലേക്ക് പോയിക്കോ. താരയെ കുറിച്ച് മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലെ എൻ്റെ പിള്ളേരെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞ് ഞാൻ സഹിക്കുകയില്ല. മിസ്സിൻ്റെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ ആ കൊച്ച് എക്സാമിന് ചീറ്റ് ചെയ്തതാണെന്ന്? വായിൽ തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറയുന്നതിന് മുന്നേ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് തിരയുന്നത് നല്ലതോ? സാർ ഒരു തവണ താര എക്സാം ഹാളിൽ വെച്ച് കൈയോടെ പൊക്കിയതല്ലേ. അന്ന് സാർ അവളെ പറ്റി പറയാത്തതായിട്ടൊന്നും തന്നെയല്ല. താര കാലിൽ പിടിച്ച് കരഞ്ഞു പറഞ്ഞതല്ലേ അവൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ട് പോലും സാറ് സമ്മതിച്ചു കൊടുത്തില്ലായിരുന്നല്ലോ. അത് പിന്നീട് ആരും അറിയാതെ സാറ് തന്നെ ഒതുക്കി തീർത്തതല്ലേ. ആ പ്രശ്നം ഒതുക്കി തീർക്കാൻ അവള് സാറിന് എന്താ തന്നെ.
മൈൻഡ് യുവർ വേർഡ്സ്. നാക്കിന് ലൈസൻസ് ഇല്ലെന്ന് കരുതി എന്തും വിളിച്ച് പറയാമെന്ന് വിചാരിക്കണ്ട. താര ഇന്നസെന്റ് ആണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ആ പ്രശ്നം ഒതുക്കി തീർത്തത്. ഡേ, സാറ് താരേനെയാ നോക്കുന്നത്. ആ, ശരിയാ. എല്ലാവരുടെയും സെമിനാറിന്റെ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് തരാം. നോട്ട് ചെയ്ത് വെക്കും. എല്ലാവർക്കും സെമിനാറിന് വേണ്ട റെഫറൻസ് ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇന്റർവെൽ ടൈമിൽ ഓരോരുത്തരായി സ്റ്റാഫ് റൂമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. ഓ, സോ സ്വീറ്റ്. വേറെ വല്ല ടീച്ചേഴ്സ് ആയിരുന്നെങ്കിൽ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞേനെ. എന്താ ലേറ്റ് ആയത്? ഞാൻ പറഞ്ഞില്ലായിരുന്നു അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്ന്. ഇല്ല, എന്നാ തിരക്കിനിടെ വിട്ടുപോയതാ. ഹോസ്പിറ്റലിൽ നിന്ന് സൺഡേയാ ഡിസ്ചാർജ് ആയത്. അമ്മയ്ക്ക് കഴിക്കാനൊക്കെ എടുത്തു കൊടുത്തിട്ടാ വന്നേ, അതാ ലേറ്റ് ആയത്. ആ, ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ ആൻറ്റിക്ക്? ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു. റാമല്ലേ അത്? നീ എന്താടാ വന്നേ? ഞാൻ ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ഇവിടെ ബാല എന്ന നെയിമുള്ള ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അയാളുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് ഷെയർ ചെയ്യാമോ? എടാ, അത് അങ്ങനെയൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. ആൻറ്റി പ്ലീസ്, ആൻറ്റി വിചാരിച്ചാൽ പറ്റും. ഞാൻ വിചാരിച്ച പറ്റുമൊക്കെ ചെയ്യും, പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ നീ പറയുന്ന ബാല, അങ്ങനെ ഒരു കുട്ടി ഇവിടെ ഇല്ലല്ലോ. ആൻറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. പെട്ടെന്നൊന്നും അങ്ങനെ ചെക്ക് ചെയ്ത് തരാൻ സാധിക്കില്ല, കുറച്ച് ദിവസം എടുക്കും. ഓക്കെയാണ്, ഞാൻ വെയിറ്റ് ചെയ്യാം. ഏട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. പെട്ടെന്നൊരാവശ്യം വന്നപ്പോൾ വന്നതാ. അതെന്താ ആവശ്യമാ? അതൊന്നുമില്ല, നിനക്ക് ക്ലാസ് ഇല്ലേ? ഇതിപ്പോ ഇന്റർവെൽ ടൈമാ. ഓ, റാമേട്ടൻ ഇതാരെയാ തിരയുന്നേ? ഒരു ഫ്രണ്ടിന്. ഫ്രണ്ടോ? എവിടെയോ? അതാരാ അങ്ങനെ ഒരു ഫ്രണ്ട്? അത് എനിക്കറിയാത്തത്. അതെ, ബെല്ലടിച്ചു. വേഗം പൊക്കോ, ചെല്ലു. ഓക്കെ, ബൈ. എവിടെ നോക്കുന്ന പോലും ഇല്ലല്ലോ. എന്താ? എനിക്ക് നിന്നോട് സംസാരിക്കണം. വർക്കിനെ പറ്റിയാണോ? അല്ല, ഇന്നലെ സംഭവിച്ചതിനെ കുറിച്ച്. ആ ടോപ്പിക്കിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ലെങ്കിലോ? പക്ഷെ എനിക്ക് കുറച്ച് ക്ലാരിറ്റി വരുത്താനുണ്ട്. ഓക്കെ, സാറിന് പറയാനുള്ളതൊക്കെ സാറ് പറഞ്ഞു, പക്ഷെ ഞാൻ ക്ഷമിക്കില്ല. ഓ, എൻ്റെ കൂടെ ഒന്ന് വന്നാ മതി. എങ്ങോട്ട്? എവിടെ ഇരുന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പറയണ്ട. ഇങ്ങോട്ട് എനിക്ക് വാ. എന്ത് കഷ്ടമായത്? അവിടെ വെച്ച് പറയുന്നത് ഇവിടെ വെച്ച് പറയുന്നത് തമ്മിൽ എന്താ ഡിഫറൻസ്? സാർ വെറുതെ ടൈം വേസ്റ്റ് ആക്കുക. ഈ കാര്യത്തിൽ കുറച്ച് ടൈം വേസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഇനി ഞാൻ പറഞ്ഞു തീരുന്നത് വരെ നീ വാ തുറക്കരുത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ഞാൻ വേണമെന്ന് വെച്ച് തന്നെ ചെയ്തതാ. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ചെയ്തതാണെന്ന്. പക്ഷെ അത് നിന്നെ ഇത്രയും ഹേർട്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. അത് നിങ്ങൾക്ക് പാവങ്ങളുടെ മനസ്സ് കാണാൻ അറിയില്ല. അവരുടെ മനസ്സറിയണമെങ്കിൽ പാവങ്ങളുമായി ഇടപഴകണം. ഇത് കുറെ ക്യാഷ് ഉള്ളവരുമായിട്ട് മാത്രമല്ല ബന്ധമുള്ളൂ. ആ, അത് ശരിയാ. എനിക്ക് മനസ്സറിയണമെന്നുണ്ട്. അതിനുള്ള അവസരം കിട്ടുമോ? സാറിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊച്ചോട്ടെ. ഇല്ല, കഴിഞ്ഞില്ല.
ഞാൻ ചെയ്തതിനൊക്കെ സോറി. ശരി. ക്ഷമിച്ചു എന്ന് പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. അങ്ങനെ പറഞ്ഞല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതിപ്പോ നിനക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നല്ലോ, എന്നിട്ടും നമ്മളെ വന്നില്ലേ? ഓ, അപ്പൊ ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയുമില്ല. അങ്ങനെയല്ല, നീ ക്ഷമിച്ചെന്ന് പറയുമായിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങായിരുന്നു. എന്നാൽ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. വല്ലാത്തൊരു ഗിൽറ്റി ഫീൽ ആയിരുന്നു. സാരമില്ല, സാറ് സമാധാനമായിട്ട് ഉറങ്ങിക്കും. ഞാൻ കാരണം ആരുടെ സമാധാനം ഒന്നും നഷ്ടപ്പെടണ്ട. ഇങ്ങനെ അല്ല നീ പറയേണ്ടത്. കുഴപ്പമില്ല സാർ, ഞാനതൊക്കെ അപ്പോഴും മറന്നു. സാർ ഇപ്പൊ സോറി കൂടെ പറഞ്ഞില്ലേ, അത് നമുക്ക് മറക്കാം. ഇങ്ങനെ വേണമായിരുന്നു നീ പറയാൻ. സാർ എന്നാ അതിങ്ങ് എഴുതിത്താ, ഞാൻ നോക്കി വായിക്കാം. കളിയാക്കിയതായിരിക്കും അല്ലേ? അങ്ങനെ തോന്നിയോ? സത്യത്തിൽ ഇന്നലെ സംഭവിച്ചത് എനിക്ക് നന്നായിട്ട് ഹേർട്ടായി. പക്ഷെ കുഴപ്പമില്ല, സാറ് സോറി പറഞ്ഞല്ലോ. Once again, sorry. കുറെ നേരമായി അൺനോൺ നമ്പറിൽ നിന്ന് കോള് വരാൻ തുടങ്ങിയിട്ട്. നീ ആ ഫോണിങ്ങതാ, ഞാൻ നോക്കട്ടെ. ഇത് നിന്റെ സിസ്റ്റർ ആണല്ലോ വിളിക്കുന്നത്. നോക്കട്ടെ. ശ്രീയോട് ഇനി വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. കോൾ എടുക്ക് നീ. വേണ്ട, നീ ഇങ്ങ തന്നെ. ഹലോ ഹലോ, നന്ദേച്ചി ഉണ്ടോ അവിടെ? ഇല്ല. നന്ദു നന്ദു എന്താണ് നിന്റെ സിസ്റ്റർ വിളിക്കുന്നത്? എന്തോ. എന്തിനാ നീ എന്നെ വിളിച്ചേ? അമ്മയെ കാണാൻ വരുന്ന കാര്യം എന്തായി? തീരുമാനം അപ്പോഴേ പറഞ്ഞിരുന്നല്ലോ ഞാൻ വരില്ല. ശ്രീ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. നിന്റെ കോള് ഞാൻ കാണാത്തതല്ല, മനഃപൂർവ്വം എടുക്കാത്തതാ. എന്നെ ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കുന്നേ. ഇന്ന് ഏത് ബീച്ചിലേക്കാ പോകുന്നത്? പറഞ്ഞിട്ട് പോകുമായിരുന്നു, എനിക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. എങ്ങും പോകുന്നില്ല. വീണ്ടും അൺനോൺ നമ്പർ. എങ്ങ് കാണിക്ക്. അയ്യോ വേണ്ടേ, കോൾ അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് തരാനല്ലേ. അല്ല, ഇങ്ങത്താ. ഹലോ, ശ്രീനന്ദ? ഇത് ശ്രീനന്ദ അല്ല. ഇതാരാ വിളിക്കുന്നത്? ഞാൻ ശ്രീനന്ദയുടെ ഫ്രണ്ട് ആയിരുന്നു. ഏത് ഫ്രണ്ട്? ഫ്രണ്ടിന്റെ പേരില്ലേ? കാർത്തിക്. ഏതോ ഒരു കാർത്തിക്. കാർത്തിക്കോ? കട്ടാക്ക്, കോള് കട്ടാക്കാൻ. എന്തോടി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈശ്വരാ, കൊല്ലാൻ നോക്കിയെന്നോ? അപ്പ അയ്യോ, നിന്നോടാരാ കാർത്തിക് രാമൻ ആക്സിഡന്റ് ആക്കിയെന്ന് പറഞ്ഞത്? ശ്രീ, റാമിന്റെ തെറ്റിദ്ധാരണകൾ വെച്ച് അവൻ നിന്നെ കൊല്ലാത്ത തന്നെ ഭാഗ്യം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടാണോ നീ ഇത്ര ധൈര്യമായിട്ട് അവന്റെ മുന്നിൽ പോയി നിന്നത്? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ? നീയല്ലേ എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോയത്? നീയല്ലേ എനിക്ക് ഇല്ലാത്ത ധൈര്യം കൂടി തന്നത്? അത് പിന്നെ എനിക്കറിയായിരുന്നോ ഇങ്ങനെയൊക്കെയാണെന്ന്? അല്ല, കാർത്തിക് ഇപ്പൊ എന്തിനായിരിക്കും വിളിച്ചത്? അറിയില്ല. അയാളെ വിളിക്കുമ്പോ നീ എന്താണെങ്കിലും കോൾ എടുക്ക്. നാളെ ഹോളിഡേ അല്ലേ, നമുക്ക് എവിടെയെങ്കിലും പോയാലോ? ബീച്ചിൽ പോകാം. എൻ്റെ പൊന്നു കൊച്ച്, നീ എപ്പോഴും അവിടെ തന്നെ അല്ലേ പോണത്? വേറെ എവിടെയെങ്കിലും പോകാം. എന്താ പിന്നെ മൂവിക്ക് പോകാം. ഡൺ. ഞാൻ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഞാനും കഴിഞ്ഞു കേട്ടോ. എന്നാൽ ഇത്ര പെട്ടെന്നൊക്കെ ചോദിച്ചാ? നല്ല കാര്യങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട. കൊച്ചെവിടെ പോകുവോ? ഞങ്ങൾ രണ്ടുപേരും ഒരു മൂവിക്ക് പോകുക.
മൂവിക്ക് പിന്നെ പോകാം. മോളെന്തായാലും ഒരുങ്ങിയത് നന്നായി. നിന്നെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. ഏ ആര്? പെണ്ണ് കാണാനോ? ആ, പെണ്ണ് കാണാൻ തന്നെ. അമ്മ ഇതെന്തുവാ? ചേട്ടാ, കിച്ചേട്ടാ, എന്താ? എന്റെ പെണ്ണ് കാണാൻ ആൾക്കാർ വരുവാന്ന്. അതെന്താ വെച്ചാ പെട്ടെന്നൊക്കെ? അതൊരു നല്ല ആലോചനയാണെന്ന് തോന്നി. പോരാത്തതിന് ഇന്ദുവിന് അറിയാവുന്ന പയ്യനും കൂടെയാ. എനക്കറിയാവുന്നതാ? ആ, എനിക്കറിയില്ല. ആരാ പയ്യൻ? സൂര്യദേവ്. പോരാത്തിന് എനിക്ക് കെട്ടുപ്രായമൊക്കെ ആയതാ. ഇങ്ങനെ പോലീസ് കേസൊക്കെ ഉണ്ടെങ്കിൽ എന്റെ ഫ്യൂച്ചർ തന്നെ എല്ലാണ്ടാകും. എന്റെ കല്യാണം കഴിക്കാൻ പോലും ആരും തയ്യാറാവില്ല. ഞങ്ങൾ ക്യാഷ് ഉള്ളവർക്കൊന്നും ഇതൊന്നും അറിയണ്ടല്ലോ. ഞാൻ കല്യാണം കഴിച്ചോളാം. അയാളിപ്പോ തമാശക്ക് പറഞ്ഞതല്ലേ? എന്നെ തന്നെയാണോ കാണാൻ വരുന്നത്? അല്ലാതെ കിച്ചുവിന് ചായ കൊടുക്കാം, റെഡി ആയിക്കും. ആർക്കറിയാം ഇതും പറ്റിക്കാൻ വേണ്ടിയാണോന്ന്. ഏയ്, സാർ അങ്ങനെ ചെയ്യില്ല. വരട്ടെ, വന്ന് കാണട്ടെ. ഏട്ടാ, ഇത് നമ്മൾ അന്ന് ഡ്രോപ്പ് ചെയ്ത സ്റ്റാഫിന്റെ വീടല്ലേ? ആ പെണ്ണിനെയാണോ സൂര്യേട്ടൻ കാണാൻ പോണേ? നോ, അവൾ ഏട്ടൻ കാണാൻ പോകുന്ന പെണ്ണില്ലേ, ആ പെണ്ണിന്റെ ഫ്രണ്ടാണ്. അപ്പൊ അവളുടെ കൂടെയാണ് താമസിക്കുന്നത്. ആ, ആരുടെ കാര്യമാ പറയുന്നേ? നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ് ശ്രീനന്ദയുടെ കാര്യം. അവൾ എവിടെയാ താമസിക്കുന്നത്? അതെന്താ, അവൾക്ക് വീടില്ലേ? വീടുണ്ടോ ഇല്ലയോ എന്ന് നിനക്ക് അന്വേഷിക്കാൻ പാടില്ലായിരുന്നു? ഞാൻ എന്തിനാ അവളുടെയൊക്കെ കാര്യം അന്വേഷിക്കുന്നത്? വീട് എവിടെയെങ്കിലും ആയിരിക്കില്ല, ദൂരമെല്ലാം ആയിരിക്കും. അതാകും ഫ്രണ്ടിന്റെ വീട്ടിൽ നിൽക്കുന്നത്. നിന്നോട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ചേടാ, എനിക്കൊന്നും പറയാൻ പറ്റില്ലേ? ആ, വരൂ, അകത്തേക്ക് വരൂ. ദേ, സാറും വീട്ടുകാരൊക്കെ വന്നു. ഞാൻ ചായയൊക്കെ കൊടുക്കാൻ പോകുമ്പോ നീയും വരണേ. ഞാൻ വരണോ? റാമും താഴെയുണ്ട്. എന്റെ കൂടെ നിന്നാ മതി. അവൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. പിള്ളേരെവിടെ? എടി, കിച്ചു എവിടെ? ഇപ്പൊ വരും. കിച്ചു, കുഞ്ഞനിയനുണ്ടോ? ഇല്ല, ചേട്ടന. റാമേട്ടൻ ആരെയാ നോക്കുന്നേ? നന്ദേനെ. ആദ്യേട്ടൻ ആരെയാ നോക്കുന്നത്? നന്ദയെ. കിച്ചു, നീ എന്തിനെ വിളിച്ചോണ്ട് പോവാ? ആ, വരാം. സാറോ? സാറിന്റെ പെങ്ങളെയാണ് ഏട്ടന് ഇഷ്ടപ്പെട്ടത്? യെസ്. അങ്കിൾ, ഞാൻ ഇന്ദുവിനോടൊന്ന് സംസാരിച്ചോട്ടെ? ആ, അതിനിപ്പോ എന്താ? കൊച്ചെ, ചെല്ല്. സൂര്യ സാർ വാ. ഹായ്, എന്നെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ശരിക്കും അന്ന് ഇയാൾ എന്തിനാ കരഞ്ഞത്? ഞാൻ തട്ടിയത് കൊണ്ടൊന്നും അല്ലല്ലോ അല്ലേ? അല്ല. കുഞ്ഞി, നിന്നെ അമ്മ വിളിക്കുന്നു. ആ, ഇവിടെ വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഹേയ്, ഞാൻ അത്രയ്ക്ക് ചീപ്പല്ല. നിന്നെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ നമ്മൾ തമ്മിലുള്ള കണക്ക് ഞാൻ തോർത്തോളാം. സാറെന്താ കാണിക്കുന്നേ? ഞാൻ അതിനൊന്നും കാണിച്ചില്ലല്ലോ. ഇത് മര്യാദയ്ക്ക് എന്നെ വിട്ടോ, ഇല്ല പ്രശ്നമാകും. നോക്കട്ടെ, പ്രശ്നമാകുമെന്ന്. ഇപ്പൊ ഇവിടെ എല്ലാരും ഉണ്ട്. ആരെങ്കിലും കണ്ടാ പിന്നെ
പൊയ്ക്കോ. താരയ്ക്ക് മാറ്റമുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും അവൾ ഒച്ച വെച്ച ആളെ കൂട്ടിയില്ല. നീ എവിടെ പോയതാ? വെറുതെ സാറിനെ കാണാൻ. സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ താഴേക്ക് പോകാമായിരുന്നു. അല്ല, പറയാനുണ്ട്. നിനക്ക് സമ്മതമാണോ? സാറിപ്പോൾ എന്തിനു വേണ്ടി ഇത് ചെയ്തതെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഇനിയും ഞങ്ങളെ പറ്റിക്കാനാണോ? ഒരു പെണ്ണിന് കല്യാണാലോചനയൊക്കെ ആയിട്ട് വന്ന് പറ്റിക്കാനൊന്നും എനിക്കറിയില്ല. ഒരു തെറ്റ് ആർക്കാണെങ്കിലും പറ്റും. അതിന് ഞാൻ സോറിയും പറഞ്ഞു. ഇനി എന്താ വേണ്ടേ? എന്നെ റാം സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റി. അത് പറ്റില്ല. എനിക്ക് നിന്നെ കണ്ടോണ്ടിരിക്കണം. മാരേജ് കഴിഞ്ഞ് കണ്ടോണ്ടിരുന്നു. ഇപ്പൊ എന്നെ അങ്ങോട്ടേക്ക് മാറ്റും. ഓക്കെ, അപ്പൊ സമ്മതമാണെന്ന് പറയട്ടെ. അമ്മേ, അന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ടൊരു പെണ്ണ് നല്ല മാച്ചാണെന്ന്. അതിഥി ആ നിൽക്കുന്ന പെണ്ണ. ഓ, മോളുടെ വീട് എവിടെയാ? അത് അമ്മ താരയുടെ കോളേജില്ലേ, അവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാ. ആണോ? വീട്ടിലാരൊക്കെയുണ്ട്? വാ തുറന്ന് പറയാൻ അറിയില്ലേ നിനക്ക്? ഇവളുടെ വീട്ടില് സിസ്റ്റർ ഉണ്ട്, അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്. പിന്നെന്താ പറയാൻ മടി? എന്നാ ഞങ്ങൾ ഇറങ്ങുക. എൻഗേജ്മെന്റ് നടത്തി വെക്കാം അല്ലേ? ഡേറ്റ് ഉറപ്പിച്ചിട്ട് പറയാം. എന്നാ ഇറങ്ങാം. ശരി, ബൈ. എനിക്ക് സൂര്യ സാറിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആളാ. ഓടി കളിയാക്കാതെ. നീ സൂര്യ സാറിന്റെ കൂടെ വെള്ളമൊക്കെ പോയപ്പോ റാമ നിന്നോട് വല്ലതും പറഞ്ഞു? അല്ല.